ഗൾഫിലെ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അല്ലാണ്ട് ഒരുപാട് പണമുണ്ട്, എനിക്ക് എന്ത് തെറ്റും ചെയ്യാം എന്ന് പറഞ്ഞാൽ അഹംഭാവിക്കുന്നു. എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, എനിക്ക് എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്നെ ഇറക്കാനും എന്നെ സംരക്ഷിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള ചിന്ത, അതാണ് നിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഏറ്റവും വലിയ വേഷം. ഈ വേഷം മാറണമെങ്കിൽ ഗൾഫിലെ ഭരണം നാട്ടിൽ വരണം. അല്ലെങ്കിൽ നീ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നാളെ പുറത്തിറങ്ങി നടക്കാം. പക്ഷേങ്കിൽ അങ്ങനെയല്ല ഗൾഫ് ഭരണം. ഗൾഫിലെ ആൾക്കാർ പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നോ വേർതിരിവില്ലാണ്ട് തെറ്റ് ആരാണോ ചെയ്തത് അവനെയൊക്കെ ശിക്ഷിച്ചിട്ട് അതിൻ്റെ ഭൂലോക പരിമിതികൾ അവന് നേടിക്കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഭരണമാണ് വേണ്ടത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇനി കേരളത്തിൽ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ജീവിക്കാൻ പാടുപെടുകയാണ്. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടുത്തെ നിയമമില്ലേ, എനിക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് രക്ഷപ്പെടാം, എൻ്റെ കയ്യിൽ പണമുണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആളുണ്ട് എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് ഇന്ന് ഓരോ വ്യക്തികൾക്കും തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവനെ ഇറക്കിക്കൊണ്ടുവരാനുള്ള ബാക്ക്ഗ്രൗണ്ടും ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു സാധാരണപ്പെട്ട ഒരാളാണ് ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ അവനെന്നും ജയിലിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാനിതൊന്നുമല്ല പറയുന്നത്, ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത്. കാരണം വെച്ചാൽ ഗൾഫ് ഭരണം അതേപോലത്തെ ഭരണം ഈ കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ കേരളത്തിൽ ഗൾഫ് ഭരണം പോലെയുള്ള ഭരണം കേരളത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സുഖമായിട്ട് സ്കൂളിൽ പോവാം. വീട്ടിലുള്ള ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അമ്മമാർ, പെങ്ങന്മാർ, ഒരുപാട് ആൾക്കാർ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നുള്ള മോശം അനുഭവങ്ങൾ ഈ സ്ത്രീ ജനങ്ങൾക്ക് വരില്ല. അവിടെയൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ ആരുണ്ടോ, അവൻ്റെ അടുത്ത് ഇത്ര പൈസയുണ്ടോ, അതൊന്നും നോക്കൂല. ഒറ്റ നിയമം ജാതി ഏതോ മതമേതോ പാർട്ടി ഏതോ എന്നൊന്നും നോക്കാതെ ഒരൊറ്റ ഭരണം മാത്രം ഈ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാന്യമായിട്ട് സ്കൂളിൽ പോവാം, രക്ഷിതാക്കൾക്ക് സുഖമായിട്ട് പണിക്ക് പോവാം, എല്ലാം ചെയ്യാം. പക്ഷേങ്കിൽ ഒരു നിയമം വരണം, ഗൾഫ് നിയമം. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണമുണ്ടോ, സ്വത്തുണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ ആരുണ്ടോ, അതൊന്നും നോക്കില്ല, പെരുമാറും. അതെന്ത് വലിയ തെറ്റാണെങ്കിലും ഗൾഫിലെ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അല്ലാണ്ട് ഒരുപാട് പണമുണ്ട്, എനിക്ക് എന്ത് തെറ്റും ചെയ്യാം എന്ന് പറഞ്ഞാൽ അഹംഭാവിക്കുന്നു. എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, എനിക്ക് എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്നെ ഇറക്കാനും എന്നെ സംരക്ഷിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള ചിന്ത, അതാണ് നിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഏറ്റവും വലിയ വേഷം. ഈ വേഷം മാറണമെങ്കിൽ ഗൾഫിലെ ഭരണം നാട്ടിൽ വരണം. അല്ലെങ്കിൽ നീ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നാളെ പുറത്തിറങ്ങി നടക്കാം. പക്ഷേങ്കിൽ അങ്ങനെയല്ല ഗൾഫ് ഭരണം. ഗൾഫിലെ ആൾക്കാർ പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നോ വേർതിരിവില്ലാണ്ട് തെറ്റ് ആരാണോ ചെയ്തത് അവനെയൊക്കെ ശിക്ഷിച്ചിട്ട് അതിൻ്റെ ഭൂലോക പരിമിതികൾ അവന് നേടിക്കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഭരണമാണ് വേണ്ടത്. കുട്ടികൾക്ക് മാന്യമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, മോഷണം, പിടിച്ചുപറി, മാന്യമായിട്ട് ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കേരളത്തിലില്ല. അതേപോലത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ തെറ്റ് പിന്നെ ചെയ്യാൻ അവന് തോന്നില്ല. അവിടെ ഏത് ഭരണമാണോ ഭരിക്കുന്നത്, ഏത് പാർട്ടിക്കാരോ അവിടെ ഭരിക്കുന്നത് എന്നവിടെ നോക്കുന്നില്ല. തെറ്റ് ആരാണോ തെറ്റ് ചെയ്തത്
അവനാ തെറ്റ് പിന്നെ ചെയ്യാൻ അവന് തോന്നില്ല. അതുപോലത്തെയുള്ള ശിക്ഷ ഈ കേരളത്തിലും വരണം. ഈ കേരളത്തിലും അതേപോലെയുള്ള ശിക്ഷ സമ്പ്രദായങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ ഇപ്പോൾ പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള സ്കൂളിൽ പോകുന്ന ഒരുപാട് കുട്ടികളും അതേപോലെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളും എല്ലാം ഈ കേരളത്തിലുണ്ട്. മാന്യപരമായിട്ട് ജോലി ചെയ്തിട്ട് വീട് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ, അവർക്ക് പോലും ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2026 പിറന്നതിന് ശേഷം സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വീട്ടിലൊന്ന് ന്യൂസ് വെച്ച് നോക്കിക്കോട്ടെ, എന്ത് തന്നെയായിക്കാനും കാണുന്നത് പീഡനം. അച്ഛൻ മക്കളെ പീഡിപ്പിച്ചു. പറയാൻ ലജ്ജ തോന്നുന്നു.